ചാറ്റ് ജിപിടിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ചൈന നിർമ്മിച്ച AI സംവിധാനമാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. ചാറ്റ് ജിപിടി അമേരിക്ക നിർമ്മിച്ച ആ തുകയുടെ പകുതി പോലും എടുക്കാതെയാണ് ഡീപ് സീക്ക് ചൈന നിർമ്മിച്ചത് എന്നുള്ളതാണ് വേറൊരു കാര്യം. പക്ഷേ ചാറ്റ് ജിപിടിയുടെ യാതൊരു സാങ്കേതിക വിദ്യയും ലോകമെമ്പാടും അവർ വെളിപ്പെടുത്തിയിട്ടുമില്ല. പ്രധാനമായും ചൈനയെ ഭയന്ന് തന്നെയാണ് അവർ ചെയ്യാത്തത്. എന്നിരുന്നാലും ചൈന വളരെ കുറഞ്ഞ തുകയ്ക്ക് ഡീപ് സീക്ക് എന്ന് പറയുന്ന അവരുടെ AI സംവിധാനം നിർമ്മിച്ചെടുത്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് ഡീപ് സീക്കിനെതിരെ ഉയരുന്നത്. യൂറോപ്പിൽ പല രാജ്യങ്ങളിലും ഡീപ് സീക്ക് നിരോധനത്തിന്റെ വക്കിലാണ്. ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ സുരക്ഷാ ഭീഷണി മുൻനിർത്തിക്കൊണ്ട് ഡീപ് സീക്ക് എന്ന് പറയുന്ന ഈ AI സംവിധാനത്തെ ഒരു നിരീക്ഷിക്കാനായി ഇന്ത്യ ഒരുങ്ങുകയാണ്. പോരാത്തതിന് ഇതിനൊരു പ്രത്യേക നിയമ സംവിധാനത്തിൽ ഡീപ് സീക്കിനെ കൊണ്ടുവരാനും ഇന്ത്യ ആലോചിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. കാരണം നമ്മൾ ഡീപ് സീക്ക് എടുക്കുമ്പോൾ നമ്മുടെ മുഴുവൻ ഡേറ്റയും ചൈന ചോർത്തിക്കൊണ്ടു പോകും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സമയത്ത്, അതായത് നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം വില പിടിപ്പുള്ളത് അത് മനുഷ്യന്റെ ഡാറ്റയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു, അവൻ്റെ ശാരീരിക ക്ഷമത, അവന് ഉണ്ടാകാൻ പോകുന്ന അസുഖങ്ങൾ, അവൻ്റെ സാമ്പത്തികമായിട്ടുള്ള അവൻ്റെ നിലനിൽപ്പ്, ഇങ്ങനെയുള്ള സകല കാര്യങ്ങളും നമ്മുടെ ഫോണിൽ ഇന്ന് അപ്ഡേറ്റഡ് ആണ്. നമ്മുടെ ഫോൺ നമ്മുടെ ഒരു സമാന്തരമായിട്ടുള്ള ഒരു ബുദ്ധി കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ആ ഫോണിൽ ഇരിക്കുന്ന സകല ഡാറ്റയും ഡീപ് സീക്ക് വഴി ചൈനയുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ ചൈനയ്ക്ക് പല തരത്തിലുള്ള വിപ്ലവങ്ങളും അല്ലെങ്കിൽ പല തരത്തിലുള്ള യുദ്ധങ്ങളും തുടങ്ങി വയ്ക്കാൻ സാധിക്കുമെന്നാണ് ലോകം ഭയപ്പെടുന്നത്. അത് സത്യവുമാണ്. എന്തായാലും ഈ ഡീപ് സീക്ക് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ ഡീപ് സീക്ക് ഉയ്ഗുർ മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഡീപ് സീക്ക് നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത്. അതിലേക്ക് വരാം. എന്തായാലും ഡീപ് സീക്കിന്റെ ദ്രുതഗതിയിലുള്ള വളർച്ച വലിയ സുരക്ഷാ ഭീഷണി ലോകമെമ്പാടും ഉയർത്തുന്നു. ഈ ചൈനീസ് ആപ്പിനെ ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഭയപ്പെടുന്നു. ഓസ്ട്രേലിയ, ഇറ്റലി ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ അതിനെ നിരോധിച്ചു. അയർലൻഡ്, ബെൽജിയം, ഫ്രാൻസ്, നെതർലാൻഡ് എന്നിങ്ങനെയുള്ള രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികൾ ഡീപ് സീക്കിന്റെ വിവരശേഖരണ രീതികളിൽ അപായ സൂചന അവിടെയുള്ള ജനങ്ങൾക്ക് നൽകി കഴിഞ്ഞു. നിർമ്മിത ബുദ്ധി ആപ്പായിട്ടുള്ള ഡീപ് സീക്ക് ഉപയോഗിക്കുന്നതിൽ മാർഗരേഖ നമ്മുടെ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. വിവര ചോർച്ച, സൈബർ ആക്രമണങ്ങൾക്കുള്ള സാധ്യത എന്നിവ ഡീപ് സീക്ക് വഴി ഉണ്ടാകാനുള്ള ഒരു വലിയൊരു ചാൻസ് നമ്മുടെ രാജ്യം കാണുന്നുണ്ട്. രാജ്യത്തെ പൗരന്മാർക്ക് ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികൾക്കും ഭീഷണികളും സംബന്ധിച്ച് സർട്ടിൻ വിശദമായ പരിശോധന തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമായിട്ടുള്ള സർട്ടിൻ എന്ന് പറയുന്നത്. ഇത്തരം വിവാദങ്ങൾക്ക് പുറമെയാണ് ഈ ഉയ്ഗുർ മുസ്ലിങ്ങളുടെ വിവാദം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഡീപ് സീക്ക് ചൈനയിൽ കടുത്ത വംശഹത്യയ്ക്ക് വിധേയരാകുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന സിൻജിയാങ് പ്രവിശ്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഉയ്ഗുർ മുസ്ലിങ്ങളെ കുറിച്ച് മറുപടി നൽകുന്നില്ല. 12 ദശലക്ഷം ഉയ്ഗുറുകളെ ചരിത്രത്തിൽ നിന്ന് നീക്കാനുള്ള ശ്രമമാണ് ഡീപ് സീക്ക് വഴി ചൈന ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് AI ഉപയോഗിച്ച് ഉയ്ഗുർ വിഭാഗക്കാരെ ഇല്ലാതാക്കാനാണ് ചൈന ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു വിഭാഗമേ ഈ ലോകത്തില്ല എന്നാണ് ഡീപ് സീക്ക് വഴി ചൈന പറയുന്നത്. 12 ദശലക്ഷം മുസ്ലിങ്ങളെയാണ് ഈ തുടച്ചു നീക്കാനായി ചൈന പദ്ധതിയിടുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിൽ നിന്ന് പുറത്തു വരുന്നത്. ഈ AIയും ഡീപ് സീക്കും പോലെയുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയാണ് ഇപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും ചരിത്രത്തെക്കുറിച്ചും ഭൂമിശാസ്ത്രത്തെക്കുറിച്ചും പല പ്രസന്റേഷനുകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കുന്നത്. എന്നാൽ ഉയ്ഗുറുകളെ കുറിച്ച് അടിച്ചു നോക്കുമ്പോൾ അതാരാണ് എന്നുള്ള ചോദ്യമാണ് ഡീപ് സീക്ക് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതോടുകൂടി ഇങ്ങനൊരു വിഭാഗമേ നമ്മുടെ നാട്ടിലില്ല എന്ന് ഭാവിയിൽ കുട്ടികൾ പഠിക്കാനിടയായി കഴിഞ്ഞാൽ ഉയ്ഗുർ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ വംശഹത്യ ചെയ്യാൻ ചൈനയ്ക്ക് സാധിക്കും എന്നുള്ള ചൈനയുടെ ഗൂഢതന്ത്രമാണ് ഇതിന് പിന്നിലുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫലസ്തീനിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആരും തന്നെ ഇതിനെതിരെ ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. 12 ദശലക്ഷം മുസ്ലിങ്ങളാണ് വംശഹത്യ ചെയ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളതാണ്. ചൈനയിൽ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട മതമാണ് ഇസ്ലാം എന്നിരിക്കെ ഷിൻജിയാങ്ങിലെ ഉയ്ഗുർ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളുടെ പേരിൽ ഈ ചൈനീസ് ഭരണകൂടത്തെ ആരും തന്നെ വിമർശിക്കുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡീപ് സീക്ക് ഉയ്ഗുർ മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തുന്നു. ചൈനീസ് സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദ വിഷയങ്ങളാണ് ഇതെന്നാണ് ഡീപ് സീക്ക് പറയുന്നത്. മൗനത്തിലാണ് ഡീപ് സീക്ക്. ഈ മൗനം വളരെ ശ്രദ്ധേയമായിട്ടാണ് ലോകരാജ്യങ്ങളെല്ലാം കാണുന്നത്. ഉയ്ഗുർ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ പ്രശ്നങ്ങളൊന്നും തന്നെ ഡീപ് സീക്ക് അഡ്രസ്സ് ചെയ്യുന്നില്ല. ചൈന തായ്വാൻ തർക്കം, ചൈനയിലെ സെൻസർഷിപ്പ് എന്നീ വിഷയങ്ങളിലും നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം എന്നാണ് ഡീപ് സീക്ക് മറുപടി നൽകുന്നത്. ടിയാൻമെൻ സ്ക്വയർ കൂട്ടക്കൊല, ചൈനയിലെ ജനാധിപത്യം, ചൈനീസ്
ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഏകാധിപത്യ സ്വഭാവം എന്നിവയിൽ ഡീപ് സീക്കിന് ഒരു മറുപടിയും നൽകാനില്ല. 3 വിഷയങ്ങൾക്കും ഒരേ മറുപടിയാണ് ഡീപ് സീക്ക് നൽകുന്നത്. നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം എന്നുള്ളത്. നമുക്ക് ഡീപ് സീക്കിന്റെ മറുപടി ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി, അതായത് എനിക്ക് തീരെ സുഖമില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഡീപ് സീക്ക് ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തു തന്നെയായിരുന്നാലും ഉയ്ഗുർ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു വലിയ പീഡനം അത് ലോകമെമ്പാടും പല മാധ്യമങ്ങളും എത്തിക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ഇതിൽ യാതൊരുവിധ നടപടിയും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ത്യയിൽ പലവട്ടം ഇത് ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഉയ്ഗുർ മുസ്ലിങ്ങളുടെ പള്ളികൾ ഇടിച്ചു നിരത്തുന്നു, അവരുടെ ഖുറാൻ ചൈന കത്തിച്ചു കളയുന്നു, പോരാത്തതിന് ഖുറാൻ തിരുത്തി അതിൽ ചൈനീസ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പടർത്തുന്നു, അവർക്ക് ജനിക്കുന്ന കുട്ടികളെ മതം പഠിക്കാതിരിക്കാനായി അവരുടെ ഭാഗത്തു നിന്നും പിരിച്ചു കൊണ്ടുപോകുന്നു, ഇവരെ ഡിറ്റൻഷൻ സെന്ററുകളിലാക്കി അവയവ മാഫിയയ്ക്ക് ഇവരുടെ അവയവങ്ങൾ പറിച്ചു കൊടുത്ത് ചൈന വലിയ രീതിയിലുള്ള നേട്ടം കൊയ്യുന്നു എന്നിങ്ങനെയുള്ള കണ്ണിൽ ചോലയില്ലാത്ത നീക്കങ്ങളാണ് ചൈന ഉയ്ഗുർ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.